കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി M. ലിജുവിന്റെ പ്രചാരണത്തിന് ആവേശം പകർന്ന് ശശി തരൂർ MP എത്തി. കായംകുളം MSM കോളേജിൽ എത്തിയ ശശി തരൂർ സ്ഥാനാർത്ഥിക്കൊപ്പം അധ്യാപകരെയും ജീവനക്കാരെയും വിദ്യാർത്ഥികളെയും നേരിൽ കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. കായംകുളം നിയമസഭാ നിയോജക മണ്ഡലത്തിലെ UDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് M. ലിജുവിന്റെ പ്രചരണത്തിന് ആവേശം പകർന്നുകൊണ്ട് ശശി തരൂർ MP എത്തി. കായംകുളം MSM കോളേജിലെത്തിയ ശശി തരൂർ സ്ഥാനാർത്ഥിയായ M. ലിജുവിനൊപ്പം കോളേജിലെ അധ്യാപകരെയും ജീവനക്കാരെയും വിദ്യാർത്ഥികളെയും നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിച്ചു. 10 വർഷക്കാലം കായംകുളത്ത് ഒരു വികസനവും കണ്ടിട്ടില്ല. ആ സ്ഥിതിയെ മാറ്റാൻ കഴിവുള്ള ഒരു ജനപ്രതിനിധിയാണ് ശ്രീ M. ലിജു. ഞാൻ പറയട്ടെ, ഞാൻ അദ്ദേഹത്തിന് വേണ്ടി മുമ്പ് ഇറങ്ങിയതും അദ്ദേഹത്തിൻ്റെ കഴിവ് കണ്ടിട്ടാണ്. ഈ നാടിന് വേണ്ടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാൻ തയ്യാറായ ഒരു സ്ഥാനാർത്ഥി. കായംകുളത്ത് നമ്മൾക്ക് ഏത് ഇൻഫ്രാസ്ട്രക്ചറായ ശരി, റോഡ് വികസനമായ ശരി, ഒന്നും ശരിക്കും നടന്നിട്ടില്ല. നിങ്ങൾ തേർമൽ പവർ കോർപ്പറേഷൻ വെറുതെ മിണ്ടാണ്ട് കിടക്കുകയാണ്. ഏത് കാര്യത്തിലും കായംകുളത്തിൻ്റെ പൊട്ടൻഷ്യൽ യാഥാർത്ഥ്യമാക്കാൻ സാധിച്ചിട്ടില്ല ഈ CPM സർക്കാർ. ഞങ്ങൾ ലിജുവിനെ കൊണ്ടുവരുമ്പോൾ അതിനൊപ്പം ഞങ്ങൾ ആഗ്രഹിക്കുന്നത് സർക്കാരിൻ്റെ മാറ്റമാണ്. 10 വർഷക്കാലം കേരള മോഡൽ പോയിട്ട് ഒരു ഡച്ച് മോഡലായി, കടത്തിൽ മുങ്ങുന്ന ഒരു മോഡലായി മാറി വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ആവശ്യപ്പെടുന്നതും ഞങ്ങൾ UDF ആവശ്യപ്പെടുന്നതും ഒരു പുതിയ നാളെക്കുറിച്ച് ചിന്തിക്കുന്ന, വികസനത്തെക്കുറിച്ച് ചിന്തിക്കുന്ന ഒരു സർക്കാർ ഈ സംസ്ഥാനത്തിൽ വേണം. അങ്ങനെ പ്രവർത്തിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ശ്രീ ലിജു. അപ്പോൾ ലിജുവിനെ വിജയിപ്പിക്കണമെന്ന് മാത്രമല്ല, ആ വിജയത്തിൻ്റെ മാർഗം നമ്മളുടെ സർക്കാർ മാറ്റം കൊണ്ടുവന്നിട്ട് കേരളത്തിനെ ഒരു മെച്ചപ്പെട്ട സംസ്ഥാനമാക്കാൻ നമ്മൾ എല്ലാവരെയും ആവശ്യമാണ്. അതിനാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ഞങ്ങളുടെ പ്രകടന പത്രിക ഇറങ്ങാൻ പോവുകയാണ്. നിങ്ങൾക്കറിയാം, ഞങ്ങൾക്ക് ഒരു സങ്കല്പമുണ്ട് കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച്. ഞങ്ങൾ യുവാക്കളെപ്പോൾ ഇവിടെ ഇരിക്കുന്നതും അവർ കാണുന്നത് എന്താണ്? അവരുടെ അവസരങ്ങൾ, തൊഴിലവസരങ്ങളുണ്ടോ ഈ സംസ്ഥാനത്തിൽ? ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ടോ ഈ സർക്കാരിന്? എവിടെയാണ് അവർക്ക് നാളെ ഈ കോളേജ് വിട്ടുപോയ ശേഷം അവർക്ക് ജോലി കിട്ടാനുള്ള സാധ്യത? ഞങ്ങൾക്കാണ് ഐഡിയാസ് ഉള്ളത്. ഞങ്ങളാണ് പുതിയ കോൺസെപ്റ്റ് കൊണ്ടുവരാൻ പോകുന്നത്. ഞങ്ങളാണ് പുതിയ മേഖലയിൽ കേരളത്തിനെ മുൻകൈ എടുത്തിട്ട് വികസിപ്പിക്കാൻ പോകുന്നത്. അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾക്ക് പുതിയ രീതിയിൽ ചിന്തിക്കുന്ന, കേരളത്തിൻ്റെ ഭാവിയെക്കുറിച്ച് ചിന്തിക്കുന്ന പ്രതിനിധികളെ ആവശ്യം. അതിനാണ് ഞാൻ ലിജുവിനെ ആത്മാർത്ഥയോടെ, ഹൃദയം നിറഞ്ഞ ആശംസയോടെ ഞാൻ പിന്തുണയ്ക്കുന്നത്. കായംകുളത്ത് വലിയ മാറ്റത്തിന് തുടക്കം കുറിക്കുന്നതാണ് ലിജുവിന്റെ പ്രചാരണത്തിന് ലഭിക്കുന്ന സ്വീകാര്യതയെന്ന് ശശി തരൂർ പറഞ്ഞു. UDF നേതാക്കളും ഒപ്പമുണ്ടായിരുന്നു. CDNet ന്യൂസ്, കായംകുളം.